അയ്യോ 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 ഈ നാഗവല്യം കൊണ്ട് എങ്ങനെ പറ്റുന്നോ ഒറ്റ കൈ കൊണ്ട് വെച്ച് കട്ടിൽ വെക്കാന്. ഹലോ, എന്താ പ്രശ്നം? അയ്യോ അവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ മക്കൾ 3 പേരും കൂടി ഇങ്ങോട്ട് വന്നേ. ഇറങ്ങി വന്നിട്ടേ എന്റെ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി മാറ്റണം. എന്തിന്? അതായത് എന്റെ മൂത്ത മോന് വീട് വെക്കുക. ഇവിടെയാണോ വീട് വെക്കുന്നത്? അതിനല്ല, അതായത് അവന് വീട് വെക്കുന്നിടത്തോട്ട് വണ്ടി കയറത്തില്ല. ഇന്ന് വീട് പണി തുടങ്ങുക. അപ്പൊ വണ്ടി ഇപ്പം കല്ലുമായിട്ട് വരും. അന്നേരം ആ കല്ല് ഇവിടോട്ടൊന്ന് ഇറക്കണം. അയ്യോ, വേറെ എന്തെങ്കിലും വേണോ? ഇവിടെ കല്ലൊന്നും ഇറക്കാൻ പറ്റത്തില്ല. സാറിനില്ലാത്ത കുഴപ്പമാണോ ഇതിന്? സാറിനില്ലാത്ത കുഴപ്പമാണോ? എന്നോട് സാറ് പറഞ്ഞല്ലോ ഇവിടെ കല്ലിറക്കിക്കോളാന്. ശ്രീകണ്ഠൻ സാറ്. ആ, അതായത് ടിനിമോനെ രാവിലെ ഈ ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എന്ന് പറഞ്ഞ വാർത്ത വായിക്കുന്ന പരിപാടി ഇല്ലയോ, അതിനകത്ത് ഞാൻ എന്റെ കൊച്ചിറക്കനെ ടോണിമോനെ കൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചു, ഇതുപോലെ വീട്ടിൽ വണ്ടി വരത്തില്ല, അന്നേരം കല്ലിറക്കാനുള്ള ഒരു സാധ്യത ഒരുക്കി തരണേന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു വേണ്ടപ്പെട്ട അധികാരികളെ കൊണ്ട് കല്ലിറക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന്. ഇവിടുത്തെ അധികാരികൾ ആരാ? നിങ്ങൾ. അപ്പൊ നിങ്ങൾ സമ്മതിക്കണം ഇവിടെ കല്ലിറക്കണോ വേണ്ടായോ എന്ന്. നിങ്ങൾ സാറിനോട് പറഞ്ഞു ഈ ഷൂട്ടിംഗ് ഫ്ലോറിലാണ് കല്ലുകൊണ്ട് ഇറക്കുന്നതെന്ന്. അങ്ങനെ വിശദമായിട്ട് സംസാരിക്കാൻ സാർ എന്നെ ഇന്റർവ്യൂ ചെയ്യുമല്ലായിരുന്നു, വാർത്ത വായിക്കുവായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആ മെസ്സേജ് ഇട്ട് ചോദിച്ചപ്പോഴാണ് സാർ സമ്മതിച്ചത്. ആ ടിപ്പറുകാരൻ ടോണി ആ ലോറിയും കൊണ്ട് വരുന്നത്. അവൻ സമ്മതിച്ച് ഇവിടെ കല്ലിറക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ മോന്റെ വീട് പണി മുടങ്ങിയ ഇതിനെ ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ വരും. ഇവന്റെ വെപ്രാളോ പരവേശം കണ്ടാ തോന്നി ഇവൻ മുട്ടയിടാൻ മുട്ടി നിൽക്കുവാന്ന്. ആ കല്ല് ഇവര് സമ്മതിക്കുന്നില്ല. ആര് സമ്മതിക്കുന്നില്ല? ആ ഇരിക്കുന്ന 3 പേര് സമ്മതിക്കുന്നില്ല. എന്റെ പൊന്നു സഹോദര, ആ കല്ലിറക്കിട്ട് വേണം എനിക്ക് അടുത്ത ലോഡിന് പോകാൻ വേണ്ടിയാണ്. ഇവിടെ കല്ലിറക്കി ഞങ്ങൾ അങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത്? ഓടി രക്ഷപ്പെട്ടു. എന്താ ഇവിടെ കല്ലിറക്കി ഇവര് നമ്മളെ ഷൂട്ട് ചെയ്യുന്നു. വെടിവെച്ചങ്ങ് വെടി വെക്കുന്നല്ല പറഞ്ഞത്. ഇവിടെ കോമഡി ഉത്സവത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക, ക്യാമറ വെച്ച് എടുക്കുന്നവര് പറഞ്ഞു. എന്റെ പൊന്നെ, ഈ കല്ല് ഇവിടെ കിടക്കുന്ന ഷൂട്ട് ചെയ്യുന്നതിന് ഒരു മുടക്കവും ഇല്ല. കല്ല് വെച്ചോട്ട് നമ്മൾ അങ്ങനെയാണോ കോമഡി ഉത്സവം ഷൂട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഗ്രീൻ മാറ്റി ഷൂട്ട് ചെയ്യേ. ടെലികാസ്റ്റ് സമയത്ത് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ കല്ല്. അതെന്തൊരു മാറ്റാ? അത് മാറ്റല്ല, ഗ്രീൻ മാറ്റ്. അതെന്തുവാ? അത് പറഞ്ഞ അമ്മച്ചി കണ്ടില്ലേ ബാഹുബലി സിനിമക്കകത്ത് ഇങ്ങനെ മേളിന്ന് പ്രവാസി ചാടത്തില്ലയോ? അയ്യോ, മേളിന്ന് ചാടുന്നത് പ്രവാസല്ല, അഭ്യാസം. അതല്ലെന്നേ, ഈ പ്രവാസി ചാടുന്നത് മലയുടെ മോളിൽ നിന്നല്ല, ചെറിയൊരു മുറിക്കകത്ത് പച്ചപ്പെയിന്റ് അടിച്ചിട്ട് അതിനകത്തിലാ ചാടുന്നത്. സിനിമക്കകത്ത് വരുമ്പോ ആ പച്ചപ്പെയിന്റ് കളഞ്ഞിട്ട് അവിടെ മല വരും. അതിനാ ഗ്രീൻ മാറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ ഈ ടിപ്പറം കൊണ്ട് നടക്കുന്നുണ്ടല്ലേ, സിനിമാക്കാരുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്. എത്രയോ സിനിമ നടന്മാരുടെ വീട് ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട്. അല്ല, കല്ലുകൊണ്ട് ലോഡ് ഇറക്കിയിട്ടുണ്ടെന്നറിയോ? നിങ്ങളോട് ആര് പറഞ്ഞു വണ്ടി വെള്ളം ചെല്ലാത്തടത്ത് ബസ് വാങ്ങിക്കാൻ? എടാ, നീ അതിന് എന്നെ കുറ്റം പറയരുത്. വീട്ടിലൊരുത്തി വന്ന് കേറിയിട്ടുണ്ടല്ലോ എന്റെ മരുമോളാന്നും പറഞ്ഞോണ്ട്. ലില്ലിക്കുട്ടിയോ? അവിടെ തനി സ്വഭാവം നിനക്കറിയാവേ. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാനല്ലേ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കുന്നത്. നിർബന്ധക്കാരിയാണ് അവള്. അവള് തിരുവനന്തപുരത്തുകാരിയാണല്ലോ പറഞ്ഞത്. ഭയങ്കര നിർബന്ധം അവള്. ഞാൻ അവളോട് അപ്പോഴേ പറഞ്ഞത് ആ റോഡിന്റെ സൈഡിൽ നേരെ കാണുന്ന ആ വസ്തു മേടിക്കാമെന്ന്. ഒറ്റക്കാലിൽ നിന്നോണ്ട് അവള് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ 2 കാലിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അതുപോലെ വാശിയാണ് അവളത് വേണ്ടാന്ന് പറഞ്ഞ ആ വസ്തു. നല്ല വഴിയുള്ള ബസ് വാങ്ങിക്കാതെ വഴി ഇല്ലാത്ത ബസ് നേരം വാങ്ങിച്ചത്. അന്നേരം അവക്ക് വളഞ്ഞ വഴി സഞ്ചരിക്കാൻ പറ്റുമോ? മരുമകളെ കുറിച്ച് അങ്ങനെ പറയലെന്ന്. ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും പറയത്തില്ല. കെട്ടിക്കൊണ്ട് വന്നതിന്റെ 2ാം ദിവസം അവള് വേറെ പാചകം തുടങ്ങി. എവിടെ? ഞാൻ മുറിയുടെ വഴി ചെന്ന് നോക്കിയപ്പോ ഇങ്ങനെ പുക പോകുന്നുണ്ട്. കതവ് തുറന്ന് നോക്കിയപ്പോ എന്തുവാ, ഞാൻ കാണാതിരിക്കാൻ ഒരു പുതപ്പിട്ട് മൂടി എന്തോ വെച്ച് തിന്നാനുള്ള പ്ലാൻ. ആ പുക ഇങ്ങനെ മേപ്പോട്ട് പോകുന്നുണ്ട്. എന്റെ പൊന്നമ്മച്ചി, ആ കൊച്ചിന് പനി പിടിച്ചിട്ട് ആവി പിടിച്ചത് അവിടെ. അവള് കാരണം ഞാനിപ്പോ ആദ്യമാണാ പിടിക്കുന്നത്. പക്ഷെ എന്റെ മക്കള് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രയാസം വീട് വെക്കാൻ എനിക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. മക്കളെന്ന് പറയുമ്പോ ഏതൊക്കെ പിള്ളേരാ? മൂത്തവൻ തമ്പി അറിയത്തില്ലയോ? തമ്പി. രണ്ടാമത്തവൻ ക്ലെമന്റ്. പിന്നുള്ളത് 2 ഇരട്ട പിള്ളേരാ, പോളും ബ്രിട്ടാസും. സിമെന്റ് ഹോളോബ്രിഡ്സും അതിപ്പോ വീട് വെക്കാമല്ലോ. ഞാൻ എന്റെ മക്കളുടെ പേരാ പറഞ്ഞ, അല്ലാതെ മെറ്റീരിയൽസിന്റെ പേരല്ല വീടുണ്ടാക്കാൻ കേട്ടോ. പിള്ളേരെ പറ്റിച്ച് വീട് വെക്കാൻ പറ്റി കേട്ടോ. നീ അങ്ങനെ പറയരുതേ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചെറുപ്പത്തിലേ ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ചോളാം. മണ്ടപ്പൻ ചൂട്ട് കളിച്ചോണ്ടിരുന്നപ്പോ വട്ടയിലെ കൊണ്ട് വീട് വെച്ച കാര്യമാണ് പറയുന്നത്. അതല്ലെന്ന്. 6 വർഷം ഞാൻ അങ്ങ് ദുബായിലായിരുന്നു. അങ്ങനെ കുറച്ച് വസ്തു ഉണ്ടാക്കിയത്. പിന്നെ 7 കൊല്ലം ഞാൻ അങ്ങ് UK-ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വീടുണ്ടാക്കിയത്. അപ്പൊ അപ്പച്ചൻ എന്താ ഉണ്ടാക്കി? കുറെ ഉണ്ടാക്കി. അല്ല, അപ്പച്ചൻ അമേരിക്കയിലായിരുന്നു പറഞ്ഞു. അയ്യോ, അമേരിക്കയിലായിരുന്നേ. അങ്ങ് കാലാവസ്ഥ പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചിങ്ങി പോകുന്നില്ലയോ? നാട്ടുകാർ അങ്ങനല്ലോ പറയുന്നത്. എന്തുവാ? അവിടെ ഏതോ മതമാടെ കാലം കയറി പിടിച്ചപ്പോ അവര് തൊഴിച്ചെറിഞ്ഞാന്നല്ലേ പറഞ്ഞത്. അയ്യോ, അത് അസൂയക്കാര് വെറുതെ പറയുന്നത്. ഓസ്ട്രേലിയക്കാരല്ലേ, ഇവിടുത്തുകാർ തന്നെ പറഞ്ഞത്. ഓസ്ട്രേലിയനല്ല പറഞ്ഞത്, അസൂയക്കാര് വെറുതെ പറഞ്ഞാന്നാ പറഞ്ഞത്. അപ്പച്ചനിപ്പോ എവിടെ കാണുന്നില്ല? തീരെ വയ്യാടാ, ഇപ്പൊ വീട്ടിൽ കുത്തിയിരിക്കുക. ഓ, ഞങ്ങളുടെ വീട്ടിലുണ്ട്, അപ്പൂപ്പനുണ്ട്. കുത്തിയിരിപ്പാന്നോ? കുത്തിയിരിക്കുവല്ല, മുട്ടിഞ്ഞ കുത്തിത്തിരിപ്പാ വീട്ടിൽ ഇരുന്ന്. നമുക്ക് കല്ലിറക്കണോ അതോ? എനിക്ക് സമയമില്ല, ഞാൻ പോവാ കേട്ടോ. ഒന്ന് കല്ലിറക്കിക്കോട്ടെ. 10 മിനിറ്റ് കഴിയുമ്പോ ഞങ്ങൾ അങ്ങ് എടുത്ത് മാറ്റാത്. ചേച്ചി, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? നമ്മളിവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കും. നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പോവാം. ഇവിടെ കല്ലിറക്കത്തില്ല. ഞാൻ എന്റെ കല്ലും കൊണ്ട് തിരിച്ചു പോവാ. അതി പോ. പിന്നെ ഇയാടെ കല്ല് അവന്റെ വിചാരം അവന് മാത്രമേ ഉള്ളൂ ടിപ്പറും ജമ്പറും എന്നൊക്കെയാ. കല്ലിറക്കി. എവിടെ? അന്തോണി അച്ഛന്റെ അയ്യത്ത്. നിന്നോട് ആര് പറഞ്ഞു
പറഞ്ഞോ അന്തോണി അച്ഛന്റെ ഇത് കല്ലിറക്കാൻ അയ്യോ എനിക്ക് വയ്യ എന്റെ ജന്മശത്രു അന്തോണി ഇനി അവനോട് ഞാൻ വഴക്കുണ്ടാക്കണ്ടായോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇറക്കിയതല്ലെന്ന്. പിന്നെ ഇറക്കത്ത് കിടന്ന് ടിപ്പറിന് ഞാൻ അടവച്ചില്ലായിരുന്നു. അത് ഉരുണ്ട് മൊത്തത്തിൽ അന്നോടെ അപ്പന്റെ അയ്യത്ത് പോയി കിടപ്പുണ്ട്, അറിയാമോ? എന്റെ ദൈവമേ അന്തോണി അറിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും ഞാന്. ആരാടാ ഒരു ലോഡ് പാറയും ലോറിയും കൂടെ എന്നോട് എന്റെ പറമ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയത്? അയ്യോ അന്തോണി ആ നിങ്ങളുടെ പൊന്നോണം തോണി.